ഇനി നമ്മൾ മെഷീന്റെ ഫേസ് പോർഷനിലുള്ള ഭാഗങ്ങളാണ് അഴിച്ചു മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടം പോർഷനിലുള്ള സ്പെയറുകൾ അഴിച്ചു മാറ്റി മെഷീൻ ഇതുവരെ തിരിച്ചു വെച്ച് ഫേസ് പ്ലേറ്റ് ഊരി മാറ്റി സ്ക്രൂ റിലീസ് ചെയ്ത് ഹോളിലൂടെ ഈസിയായി റിലീസ് ചെയ്യാം. ഇങ്ങനെ റിലീസ് ചെയ്ത് ഫേസ് പ്ലേറ്റ് ഊരി മാറ്റി. മെഷീന്റെ ഹാൻഡ് വീൽ തിരിക്കുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നീഡിൽ ബാർ, ലിങ്ക്, നീഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്ലാമ്പ്, നീഡിലിന്റെ സ്ക്രൂ ഇത്രയും ഭാഗം അഴിച്ചാൽ ഈ നീഡിൽ ബാർ ഊരിവെക്കും. ഈ ലിങ്കിന്റെ ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂ ഇതിന്റെ പുറകുവശത്തു നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാം. ഈ ഹോളിലൂടെയാണ് സ്ക്രൂ അഴിച്ചു മാറ്റുന്നത്. ലിങ്കിന്റെ സ്ക്രൂ അഴിക്കാനായി ഹോളിന് നേരെ ലിങ്ക് കൊണ്ടുവന്ന് ലിങ്ക് സ്ക്രൂ അഴിക്കുന്നു. 2-3 ടേൺ റിലീസ് ചെയ്ത് വെച്ച ശേഷം ഇപ്പോൾ നീഡിൽ ബാർ ലിങ്ക് സ്ക്രൂ അഴിച്ചു. ബാറും ലിങ്കും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. ഈ നീഡിൽ ബാർ ഇതുപോലെ പുറത്തേക്ക് തിരിച്ചു വെച്ചാൽ ക്ലാമ്പ് സ്ക്രൂ കാണാം. നീഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്ലാമ്പ് സ്ക്രൂ അഴിച്ച് നീഡിൽ ഊരി മാറ്റുന്നു. ഈ ക്ലാമ്പ് സ്ക്രൂ 2-3 ടേൺ പുറകോട്ട് തിരിച്ചാൽ നീഡിൽ ബാറിൽ നിന്ന് ഇത് ഊരിപ്പോകും. തുടർന്ന് ഒരു ചെറിയ സ്ക്രൂ നീഡിൽ എത്രമാത്രം കയറിയിരിക്കണമെന്ന് തീരുമാനിക്കാനായി ഉറപ്പിച്ചിട്ടുണ്ട്. നീഡിൽ സ്റ്റോപ്പർ എന്ന് ഈ സ്ക്രൂവിനെ വിളിക്കാം. ഈ സ്ക്രൂ അഴിച്ചു മാറ്റും. വളരെ ചെറിയൊരു സ്ക്രൂ ആണ്. ഒരു പ്ലെയർ ഉപയോഗിച്ച് പിടിച്ചാൽ മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യും. ഈ ബാർ താഴേക്ക് ഊരിയെടുക്കുക. ഇങ്ങനെ ഊരിയെടുക്കാൻ എളുപ്പം കിട്ടുന്നതിന് വേണ്ടിയാണ് ആദ്യമേ നമ്മൾ താഴെ ഭാഗത്തുള്ള സ്പെയറുകളെല്ലാം ഊരി മാറ്റിയിരിക്കുന്നത്. ഇനി അഴിച്ചെടുക്കേണ്ടത് ലിങ്ക്. ഇത് സാവധാനത്തിൽ ഇങ്ങോട്ട് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഹോളിന് കറസ്പോണ്ടിങ് ആയി ഒരു പിവട്ട്, ഒരു ചെറിയൊരു ബോൾട്ടിന്റെ ഭാഗം ക്യാമിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഈസിയായി അത് ഇറങ്ങിപ്പോയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ നീഡിൽ ഉറപ്പിക്കുന്ന ഭാഗം ഇവിടെ, ലിങ്ക് റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂ ഇതാണ്. ഈ ഹോളിലൂടെ നമ്മൾ അഴിച്ച് മാറ്റിയ റിലീസ് ചെയ്ത സ്ക്രൂ ആണിത്. ഇങ്ങനെയാണ് ലിങ്ക് മെഷീൻ ഇരിക്കുന്നത്. ഇവിടെ ഒരു സ്ക്രൂ കാണാം. ഈ സ്ക്രൂ മുറുക്കുകയോ അഴയ്ക്കുകയോ ചെയ്യുന്നത് വഴി ഈ പിവട്ടിന്റെ പ്ലെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബാർ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂ ഈ വശത്ത് വരത്തക്ക രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യുന്ന കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ഇനി നമ്മൾ പ്രഷർ ബാർ റിമൂവ് ചെയ്യുകയാണ്. ഇതിനും പ്രഷർ ബാർ ലിങ്ക് ഒരു സ്ക്രൂ ഇവിടെ കാണാം. ഇത് റിലീസ് ചെയ്യണം. ഈ ലിങ്കാണ് ബാറിനെ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാതെ നോക്കുന്ന ഗൈഡ്. ഈ സ്ക്രൂ റിലീസ് ചെയ്താൽ ബാർ ഊരിപ്പോയി. രണ്ടോ മൂന്നോ പിരി മാത്രം അഴിച്ചു വെച്ച് പ്രഷർ വാർഡിനുള്ള പ്രഷർ ടെൻഷൻ അഡ്ജസ്റ്റിംഗ് ബോൾട്ടാണിത്. ഇത് റിലീസ് ചെയ്താൽ ഈ സ്പ്രിങ്
ഊരിയെടുക്കാനായിട്ട് കഴിയും. ഈ ലിങ്കിൽ നിന്ന് ബാർ താഴേക്ക് ഊരി മാറ്റും. ഇതാണ് ലിങ്ക്. ഈ ഭാഗം ലിഫ്റ്ററിലും ഈ ഭാഗം മെഷീനകത്തുള്ള ഈ ഗ്ലൂവിൽ വരത്തക്ക രീതിയിലാണ് ഇത് ഉറപ്പിക്കേണ്ടത്. ഇനി അഴിച്ചെടുക്കേണ്ടത് ടി ലിവറിന്റെ പ്രവർത്തനം സാധ്യമാക്കാനായി ഇവിടെ ഒരു ക്യാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്യാമിന് ഉള്ള സ്ലോട്ടിലൂടെ ടി ലിവറിന്റെ വീൽ കറങ്ങിക്കൊണ്ടാണ് ഈ ലിവറിന് ഡ്രൈവിംഗ് ഫോഴ്സ് ലഭിക്കുന്നത്. ടി ലിവർ ഉറപ്പ് ചെയ്യുന്ന സ്ക്രൂ ഇവിടെ നിന്നാണ് അഴിച്ചെടുക്കേണ്ടത്. മെഷീൻ നിവർത്തി വയ്ക്കുക. ഈ സ്ക്രൂ റിലീസ് ചെയ്താൽ ടി ലിവർ അഴിച്ചെടുക്കാം. ഈ സ്ക്രൂ ലിവറിൽ നിന്ന് പ്രഷർ ലിഫ്റ്റർ ലിവറാണ്. ഈ സ്ക്രൂ റിലീസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഹാമറിംഗ് വഴി ഊരിയെടുക്കും. ഈ സ്ക്രൂ അഴിച്ചു മാറ്റിയാൽ പ്ലേറ്റിന് അകത്തുള്ള ഭാഗങ്ങൾ കാണാൻ അഴിച്ചെടുക്കാൻ പറ്റും. ഈ ഉറപ്പിച്ചിരിക്കുന്ന ഈ ബോൾട്ടാണ്. അതിനൊരു ചെക്ക് സ്ക്രൂ ഇവിടെ ഉണ്ട്. സ്ക്രൂ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ വീൽ ബോൾട്ട് റിലീസ് ചെയ്യും. ഈ ബോൾട്ട് ഇതുപോലുള്ള ഒരു പ്ലെയർ ഉപയോഗിച്ചു. അതല്ല എങ്കിൽ മിക്കവാറും കൈകൊണ്ട് മുടക്കിയിട്ടുള്ള ബലം ഇതാണ്. കൈകൊണ്ട് അഴിച്ചെടുക്കും. അപൂർവം ചില അവസരങ്ങളിൽ വളരെ തുരുമ്പെടുത്ത അവസ്ഥയിൽ ഈ ബോൾട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു പിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇരുമ്പിന്റെ കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് അഴിച്ചെടുക്കേണ്ട ഭാഗത്ത് ഇത് ബലം കൊടുത്താണ് ഇങ്ങനെ ചില അവസരങ്ങളിൽ അഴിച്ചെടുക്കാം. ഇത് അഴിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു ക്ലച്ച് വാഷർ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത അഴിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കും. പിന്നെ ഇതിന്റെ റിലീസ് ചെയ്യും. ഇവിടെ രണ്ട് സ്ക്രൂകൾ റിലീസ് ചെയ്താൽ ബോബിൻ വൈൻഡർ എന്ന ഭാഗം മൊത്തത്തിൽ അഴിച്ചെടുക്കാം. രണ്ട് സ്ക്രൂകൾ മാത്രം റിലീസ് ചെയ്താൽ ബോബിൻ വൈൻഡർ. ചില അവസരങ്ങളിൽ ഇത് ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ്. ക്രാങ്ക് ലിങ്കിന്റെ മുകൾ ഭാഗം ഉറപ്പിച്ചിരിക്കുന്നത് രണ്ട് സ്ക്രൂ ഉപയോഗിച്ചാണ്. ഇതിലൂടെ സ്ക്രൂ ഡ്രൈവർ കടത്തി ഈ സ്ക്രൂവിൽ നമുക്ക് റിലീസ് ചെയ്യാവും. അതുപോലെ തന്നെ ക്രാങ്കിന് ഇപ്പുറത്ത് കാണുന്ന ഫീഡ് ഫോർക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്പെയർ കൂടി അഴിച്ചെടുക്കാനായി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് റിലീസ് ചെയ്താൽ ഈ ഫോർക്ക് ഇങ്ങനെ പോയി താഴെ നിന്ന് ഊരിയെടുത്താൽ
ക്രാങ്ക് ഇതുപോലെ ഊരിയെടുക്കാം. നമ്മൾ വഴി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെ പൂർണ്ണമാകും. ഉള്ളിൽ നിന്ന് അഴിച്ചെടുത്ത് സ്ക്രൂവാണ്. അപൂർവം അവസരങ്ങളിൽ മാത്രമേ ഈ ഷാഫ്റ്റ് ഊരിയെടുക്കേണ്ടി വരാറുള്ളൂ. വളരെ ടൈറ്റായി തുരുമ്പെടുത്തിരിക്കുന്ന അവസരങ്ങളിൽ ഈ ഷാഫ്റ്റ് ഊരിയെടുക്കാം. ഇപ്പോൾ ഈ മെഷീൻ വളരെ ഫ്രീ ആണ്. ഇതിന്റെ ഷാഫ്റ്റ് ഊരി മാറ്റി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പിന്ന് കാണാം. ഈ പിന്ന് ഊരി മാറ്റിയ ശേഷം ഇതുപോലെ പിന്നെ ഊരി മാറ്റിയ ശേഷം 8 വണ്ണമുള്ള ഒരു കമ്പി കൊണ്ട് ഈ ബുഷിനെ ഈ ഭാഗത്തു നിന്നും ഹാമറിങ് നടത്തിയാൽ ഈ ഷാഫ്റ്റ് ഇതിലൂടെ ഊരി ഈ ക്യാം സഹിതം പുറത്തേക്ക് വരും. അങ്ങനെ ഊരി എടുത്തുകൊണ്ട് നമുക്കത് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം. ഈ മെഷീനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല. ഒട്ടുമിക്കവാറും മെഷീനുകളിൽ ഷാഫ്റ്റ് ഊരേണ്ട ആവശ്യം വരികയില്ല. വളരെ കാലപ്പഴക്കത്തോളം ഉപേക്ഷിച്ച് കിടന്ന മെഷീനുകൾ മാത്രമേ ഷാഫ്റ്റ് ടൈറ്റായി പോകാറുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലെ ഈ പിന്നെ ഊരി ഈ ബുഷ് ഇവിടെ നിന്ന് ഷാഫ്റ്റിലേക്ക് ഹാമറിങ് നടത്തുമ്പോൾ ഷാഫ്റ്റ് അതിലെ ഊരി പോകുമ്പോൾ ബുഷുകളെ റിലീസ് ചെയ്തെടുക്കുകയും ചെയ്യും. അങ്ങനെ ഷാഫ്റ്റ് പൂർണ്ണമായും നമ്മൾ പുറത്തേക്ക്. ഇത്തരം തയ്യൽ മെഷീനുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ ചാനൽ വഴി നൽകുന്നതാണ്. അതുകൊണ്ട് ഈ അറിവ് പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായും ലൈക്ക് ചെയ്യും. അതുവഴി ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ എനിക്ക് ഇൻസ്പിറേഷൻ ലഭിക്കും. കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് അവരെ കൂടി ഈ അറിവിലേക്ക് എത്തിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷൻ അഥവാ മെസ്സേജ് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരാൾ ഒരു പ്രാവശ്യം മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നീട് കാണുന്ന എല്ലാ വീഡിയോകൾക്കും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അവയ്ക്ക് മറുപടി നൽകുന്നതാണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു വീഡിയോകൾക്കായി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സ്നേഹപൂർവ്വം ഞാൻ ബേബി ആന്റണി.